രജിസ്ട്രേഷൻ കിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടോർ പമ്പിൻ്റെ റിപ്പയറാണ്. ചില ആളുകളായിട്ട് വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ടാങ്ക് നിറയാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്നു എന്നുള്ളൊരു കാര്യം. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുന്ന 1000 ലിറ്ററിൻ്റെ ടാങ്ക് നിറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ദിവസങ്ങളിലായിട്ട് 1 മണിക്കൂർ എടുത്തിട്ടും ടാങ്ക് നിറയുന്നില്ല. അപ്പോൾ ഞങ്ങളത് നോട്ടീസ് ചെയ്യാനിടയായി. മാത്രമല്ല, ഈ ദിവസങ്ങളിലെ കറണ്ട് ബില്ല് വളരെ കൂടുതലായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസവും അതിന് മുമ്പത്തെ മാസവും വളരെ കൂടുതലായിട്ട് സാധാരണ മാസങ്ങളുള്ളതിനേക്കാളും കൂടുതൽ കറണ്ട് ബില്ല് വരുവാനായിട്ടിടയായി. അപ്പോൾ ഞങ്ങളിത് നോട്ടീസ് ചെയ്തപ്പോൾ ഇതിലെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇലക്ട്രീഷ്യൻ സുദർശൻ ചേട്ടനെ വിളിച്ചു. സുദർശൻ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് മോട്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഞങ്ങൾ ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ വിട്ടുവെച്ചതിന് ശേഷം ഡയറക്റ്റ് മോട്ടർ പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഓൺ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ തീരെ ഫോഴ്സ് വളരെ കുറവാണ്. നോർമൽ ഉള്ളതിനേക്കാളും വളരെ ഫോഴ്സ് കുറവിലാണ് മോട്ടർ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പമ്പ് ചെയ്യുന്ന സ്പീഡ് എന്നാൽ ഉണ്ട് താനും, എന്നാൽ ഫോഴ്സ് ഇല്ല. മോട്ടറിന് 2 സെക്ഷനാണുള്ളത്. ഒന്ന് അതിൻ്റെ വൈൻഡിങ്ങുകളിരിക്കുന്ന മെയിൻ സെക്ഷനും, 2 അതിൻ്റെ ഇമ്പുലർ സെക്ഷനും, വെള്ളം പമ്പ് ചെയ്യാവുന്ന ഇമ്പുലർ സെക്ഷനും. നമ്മൾ ഇമ്പുലർ സെക്ഷനാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോട്ടർ ഏകദേശം 25 വർഷം പഴക്കമുള്ളതാണ്. ലക്ഷ്മി എന്നുള്ള കമ്പനിയുടെ മോട്ടറാണിത്. 25 വർഷം മുമ്പ് മേടിച്ച ഒരു പമ്പ് സെറ്റാണ്. കംപ്ലീറ്റ് ഒത്തിരി തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. പിരിയിൽ വ്യത്യാസമുണ്ട്. ഗ്യാസ് പിരി ആണ്, ഇതാണ് അതിൻ്റെ ഒറിജിനൽ പിരി. അപ്പോൾ ഈ മോഡൽ കളറാണ്. എല്ലാം കല്ലേറി കിടക്കുക. അപ്പോൾ അടഞ്ഞു കിടന്നിട്ടുണ്ട്. വെള്ളമാണോ കുടിക്കാനല്ല? അല്ലല്ല, അടി ഒരു കപ്പ് വെള്ളം എടുത്തു. കല്ല് പുറത്തേക്ക് എനിക്ക് പഴയ ടൈപ്പ് മോഡൽ ഈ സമയങ്ങൾക്കാണ് ഇങ്ങനത്തെ ഇത് വരുന്നുള്ളൂന്നൊന്നുമില്ല. ഇപ്പൊ തുറന്ന എംബുലറാണ്. ഈ സ്ലോപ്പ് കുറവാ, ഒത്തു വലിപ്പായ ഫൈബർ ഒരു പ്രത്യേകത കേട്ടോ, 2ആയിട്ട് പൊളിഞ്ഞു പോകും. ഓ, കല്ല് കയറി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇത് റീകണ്ടീഷൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈബറാണ് കിട്ടണേ. അപ്പോൾ ഫൈബർ വയ്ക്കുമ്പോൾ വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ വൈൻഡിങ്ങിൽ ചെറിയ വേരിയേഷൻ വരുത്തും. വൈൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഫൈബർ കയറ്റും. അപ്പോൾ അത് പൊളിഞ്ഞു വലിയ വന്നു.
ഇപ്പോൾ തന്നെ ഇമ്പിളറൊക്കെ ഇതില്ല, ഫൈബറാണ്. ഇത് എന്താ 25 വർഷമായതാ ഇപ്പം ഉള്ളതല്ല. വെള്ളമൊന്നും വേണ്ട എടുത്തോ. സംഗതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ബോൾട്ടും കൂടെ കിട്ടിയാൽ മോട്ടർ അടിക്കാം. ബോൾട്ട് എടുത്ത് പഠിച്ചിട്ടോ. ഏതായാലും കരിങ്കല്ല് ഒരു ലോഡ് കരിങ്കല്ലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പൈസ ലാഭം കിണറിന്ന്. മണലടിയിൽ കിടക്കണേ. അല്ല, ഇതിട്ടാടാ, ഗ്രാവലിട്ടോ. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മുടെ തന്നെ അങ്ങനെ കളഞ്ഞാൽ ശരിയാവില്ല. അത് ഇതിലും വൃത്തിയിടാവും വെള്ളം. അപ്പോൾ ഇനി ഒരു കപ്പ് വെള്ളം കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പം നോക്കി കാണാൻ സാധിക്കും, ഒട്ടുമുക്കാലും അതിൻ്റെ കല്ലുകളെല്ലാം, ഇമ്പലറിനുള്ളിലെ കല്ലുകളെല്ലാം പോയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സ്പേസ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിന് പുഷ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 1-2 കല്ലുകളുണ്ട്, പക്ഷെ അത് നല്ല ടൈറ്റായിട്ടിരിക്കുന്നത്, അത് പോവില്ല. പക്ഷെ അത് വലിയ പ്രശ്നമില്ല. അത് അതിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് അതിന് വലിയ കുഴപ്പമില്ലാണ്ട് വെള്ളം നന്നായിട്ട് പുഷ് ചെയ്തോളും. ഇത് തിരിച്ചിറക്കി വെക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഫുട് വാൽവ് ഒരിക്കലും ഗ്രൗണ്ടിനോട് ടച്ച് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ പ്ലേസ് ചെയ്യാൻ പാടില്ല. കുറച്ച് വെള്ളത്തിൽ പൊങ്ങിയിരിക്കുന്ന രീതിയിൽ, ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 2 അടിയെങ്കിലും പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ തിരിച്ചിറക്കി വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ വാട്ടർ സീലൻ്റ് പശ വെച്ചതിന് ശേഷം തിരിച്ച് ജോയിൻ ചെയ്യുകയാണ്. തിരിച്ചത് അങ്ങനെ തന്നെ ഇംപെല്ലർ ബോഡിയിലേക്ക് ജോയിൻ ചെയ്ത് ബോൾട്ടിട്ട് മുറുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇംപെല്ലർ അയച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒരു നട്ട് ഒടിഞ്ഞതിനകത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു നട്ട് ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ആ ഭാഗത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് 4 ബോൾട്ടും നല്ല രീതിയിൽ ടൈറ്റായി ഇരിക്കുമ്പോൾ ഒട്ടും വാട്ടറിലേക്ക് വരില്ല. തിരിച്ച് നമ്മളൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്, നല്ല ഫോഴ്സ് തന്നെയുണ്ട്. ഇത് ആദ്യം വന്നതിനേക്കാളും നന്നായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ ഓഫാക്കണ്ടോ? സുദർശൻ ചേട്ടനെ പരിചയപ്പെടാം. സുദർശൻ ചേട്ടനാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ സുദർശൻ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് മെയിനായിട്ട് കറണ്ട് ബില്ല് ചെയ്ത ആളുകൾക്ക് കൂടാനിടയായ സാഹചര്യവും അതിനെന്ത് പ്രതിവിധി ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. സുദർശൻ ചേട്ടാ, മാക്സിമം മിക്ക വീടുകളിലും ഇപ്പോൾ ഇൻവെർട്ടർ ഉണ്ടാകണം. ഇൻവെർട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം. ഇൻവെർട്ടർ അതിൻ്റെ ബാറ്ററി കറക്റ്റ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒഴിക്കുന്ന സംവിധാനങ്ങൾ കറക്റ്റ് ചെയ്യണം. പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അപ്പാരറ്റസും ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. പിന്നെ കറണ്ട് ലീക്കേജ് ആയിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എർത്ത് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അത് ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം ചെയ്യാവുന്നുള്ളൂ. ടെസ്റ്റർ പ്ലഗിൻ്റെ വലിയ പിന്നിൽ, ഏറ്റവും ടോപ്പിലുള്ള വലിയ പിന്നിൽ സപ്ലൈ കയറി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ, സ്വന്തം ചെയ്യാവുന്നതാണെങ്കിൽ മെയിൻ ഓഫ് ചെയ്തിട്ട് അത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നോക്കി കൈകാര്യം ചെയ്യുക. പിന്നെ മാക്സിമം LED ബൾബുകൾ ഉപയോഗിക്കുക. വാട്ടേജ് കുറഞ്ഞ സ്ഥലത്ത് ഉപയോഗിക്കേണ്ട ബൾബുകൾ, ബാത്റൂം, ചെറിയ ബെഡ്റൂം, അങ്ങനെയുള്ള ലൈറ്റുകൾ അത് ഉപയോഗിക്കാം. ബെഡ്റൂമിൽ വലിയ വെളിച്ചം വേണമെങ്കിൽ ഒരു 9 വാട്ട് അത്ര ഇടാൻ പറ്റുള്ളൂ. പിന്നെ പുറമെയൊക്കെ സാധാരണ 9 വാട്ട് മതി. വേരിയേഷൻ വരുന്ന ടൈമുകളിൽ ഉപയോഗിക്കാതിരിക്കുക. മോട്ടർ സൗകര്യങ്ങൾ, മോട്ടർ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പമ്പ് സൈഡൊക്കെ വെള്ളം ഡിസ്ചാർജ് നല്ല രീതിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നിറയാൻ പറ്റുന്ന സിറ്റുവേഷനിലുള്ള പമ്പുകൾ വാങ്ങിച്ചു വയ്ക്കുക. അരയുടെ പമ്പൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. പമ്പ് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം
ടാങ്ക് നിറയും. ഓക്കെ. അപ്പോൾ ഈ ലെവലിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സ്വന്തം കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇൻവെർട്ടറുള്ള ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡൗൺ ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് കൺസംഷൻ ഒരു 3 മാസത്തിൽ ഒരിക്കൽ ബാറ്ററിയിൽ വെള്ളം ബാറ്ററി വാട്ടർ ഒഴിക്കുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ എ സി ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എ സി മിക്കവാറും ഇൻവെർട്ടർ എ സി ആയിരിക്കും മിക്കവാറും ഇപ്പോൾ വരുന്നത്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എ സികൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൂടുതൽ സ്റ്റാർ ഉള്ള ഫ്രിഡ്ജുകൾ ഉപയോഗിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അതെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും ഫ്രിഡ്ജ് തുറക്കാണ്ട് ഇരിക്കുക. ഡബിൾ ഡോർ ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചക്കറി മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരു സ്റ്റോറിൽ ഉപയോഗിക്കാം. എപ്പോഴും തുറക്കേണ്ട ഏരിയയിൽ മറ്റു സാധനങ്ങൾ വെക്കുക. എപ്പോഴും തുറന്ന് കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്ന് ഉള്ള കൂളിംഗ് നഷ്ടപ്പെട്ട് വീണ്ടും കൂൾ ചെയ്യണ സംവിധാനം ഒഴിവാക്കുക. മാക്സിമം പെട്ടെന്ന് തന്നെ എടുത്ത് എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ വരുമ്പോൾ കറണ്ട് കൺസംഷൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പല തുള്ളി പെരുവെള്ളം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. അതെ. ഓക്കെ. താങ്ക് യു സുധീഷ് ചേട്ടാ. താങ്ക് യു.